ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനൊരു എത്തിക്കൽ ഹിപ്നോസിസ് ആക്ട് ചെയ്തു. എൻ്റെ ചാനലിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു അമ്മ വിളിക്കുന്നു, മരിച്ചുപോയ തൻ്റെ 3 വയസ്സുകാരിയായ കൊച്ചിനെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റുമോ? കാരണം 3 വയസ്സേ ഉള്ളൂ, ആ കൊച്ചു മരിച്ചുപോയി. അമ്മയ്ക്ക് ഇപ്പോഴും അവരുടെ ഒരു PTSD, ആ ട്രോമയിൽ നിന്ന് അവർ മാറിയിട്ടില്ല. എനിക്ക് എന്ത് വില കൊടുത്താലും എനിക്ക് ആ കൊച്ചിനെ ഒന്നുകൂടെ ഒന്ന് കാണുകയും എനിക്ക് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കുകയും അതിനെ ഒന്ന് കയ്യിലെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ വിഷമമാണ് വരുന്നത്. 2 രീതിയിലാണ് വിഷമം. ഒന്ന്, ഇത് എത്തിക്കലായ ഒരു കാര്യമല്ല. അവർ കാണുന്നത് അവരുടെ മനസ്സിലുള്ള അവരുടെ ഒരു ഇമേജ് അവർക്ക് കാണുന്നത് പോലെ തോന്നുന്നത് മാത്രമാണ്. നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതല്ല ഒരു കലാകാരൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ആളുകളെ അത്ഭുതപ്പെടുത്താൻ പറ്റുന്ന നല്ല എത്തിക്കലായ വിനോദങ്ങൾ. ഇപ്പം മരിച്ചു പോയതിനപ്പുറം നല്ല കുറേ ബട്ടർഫ്ലൈസ് ഇവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ കാലകരണപ്പെട്ടു പോയ ദിനോസേഴ്സ് ഇവിടെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുമായിട്ട് കളിക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻ്റർഫിയർ ചെയ്തിട്ട്, ഇത് ശരിക്കും നമ്മളെ വിട്ടുപോയ ആളുകളെ ശരിക്കും കാണാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണോ, അതോ നമ്മുടെ ഉള്ളിൽ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്? അങ്ങനെ ആരും കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടെ എല്ലാ ആത്മാക്കൾ ഒളിഞ്ഞു നടക്കുന്നു പറയേണ്ടതായിട്ട് വരികയില്ല. അത് അടുത്ത പക്ഷെ കുറെ അടുത്ത് പറയുന്നത് ഇങ്ങനെ അല്ല. ക്ലിയർ ഐഡിയ ക്ലിയർ ആവുന്നത് ഇത് ഫേക്കാണ്. മനസ്സിലായി? നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അറ്റവും മൂലം പഠിച്ച ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അത് ഇതിനെ നശിപ്പിക്കും. എല്ലാ മേഖലയിലും ഉണ്ടല്ലോ അതിൻ്റെ കള്ള നാണയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരിത് കാണിക്കും. അവർക്ക് റീച്ച് ഉണ്ടാവണം, അവർക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവണം, പിടികിട്ടിയോ? അപ്പോൾ അതിനു വേണ്ടി എന്തും ചെയ്യുക, കൃത്യമായി പറഞ്ഞ് എന്ത് വൃത്തികേടും ചെയ്യുക. അതാണ് മറ്റുള്ളവരുടെ ഇമോഷൻസ് വിറ്റ് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാധനം.